ഇന്ന് നമ്മുടെ യാത്ര തൃശ്ശൂർ രാഗം തിയേറ്ററിലേക്കാണ്. അതും നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനായിട്ട്. ട്രെയിനിൽ നന്നേ തിരക്ക് കുറവായിരുന്നു. ഗുരുവായൂർ പാസഞ്ചറിനാണ് ടിക്കറ്റ് എടുത്തത്. തൃശ്ശൂരിലേക്ക് ഏകദേശം 15 രൂപ മാത്രം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ രാഗം തിയേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മൊത്തം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഓണം മഴ തൂക്കി എന്ന് പറയേണ്ട അവസ്ഥയാണ്. പുറത്ത് അജ്ജാതി മഴ. ഇപ്പം നമ്മൾ നേരെ ചെന്ന് കയറുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, നമ്മുടെ മണപ്പുറമൊക്കെ ഈ ഒരു ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. നല്ല മഴയായതുകൊണ്ട് തന്നെ ഈ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു. ദേ ഒന്ന് കണ്ടു നോക്കി, അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആലുവ മണപ്പുറം കാണാം. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വൈബാണ്. ഇതുപോലുള്ള പാസഞ്ചർ ട്രെയിനിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നല്ല തിരക്കുള്ള ദീർഘദൂര ട്രെയിനുകളിലൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, സ്മെല്ലടിച്ച് ചത്തുപോകും. പാസഞ്ചർ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി സ്പീഡിലാണ് ഇപ്പൊ നമ്മുടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുവഴി ട്രെയിനിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ ഏകദേശം 8:45 കൂടിയിട്ട് ഞാൻ തൃശ്ശൂർ എത്തി. തൃശ്ശൂരിൽ നിന്ന് ഒരു ഓട്ടോയും വിളിച്ച് നേരെ രാഗം തിയേറ്ററിലേക്ക്. ഏകദേശം 40 രൂപ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പടത്തിന് കയറി പടം കണ്ടിറങ്ങി. കിടിലം പടം. ഒരുപാട് നാളുകൾക്ക് ശേഷം, അതായത് മോഹിനിയാട്ടം സിനിമയിലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ചിരിച്ച് ഉപ്പാടിളകിയിട്ടുണ്ടെന്ന്, അതുപോലെയായിരുന്നു അവസ്ഥ. പിന്നെ തിയേറ്ററിന്റെ കാര്യം പറയേ വേണ്ട, എൻ്റെ പൊന്നോ കിടിലൻ തിയേറ്റർ. സീറ്റുകളായിക്കോട്ടെ, സ്ക്രീൻ ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളി. സിനിമ ഒക്കെ കണ്ടിറങ്ങിയതിന് ശേഷം നേരെ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക്, അവിടെ ക്ഷേത്ര പരിസരത്തൊക്കെ പോയി ഒരുപാട് പേര് ഫോട്ടോസും മറ്റൊക്കെ എടുക്കണ്ടായിരുന്നു. ഞങ്ങളും എടുത്തു. പിന്നെ നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ഓണവിപണിയിലേക്കാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ അവിടെ കാണാനുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ മഴ പെയ്തു. അതോടുകൂടിയിട്ട് കച്ചവടക്കാരൊക്കെ ആകെ നിരാശരായിട്ടുണ്ടായിരുന്നു. ഇടവിട്ടുള്ള മഴ കാരണം ആളുകളൊക്കെ പർച്ചേസിങ്ങിനായിട്ട് വരുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. അടുത്ത ദിവസമെങ്കിലും മഴ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഓണം അടിപൊളിയാവും. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ഈ മനോഹരമായിട്ടുള്ള പൂക്കാഴ്ചകളും മറ്റും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിലേക്കാണ്. അവിടെ നിന്ന് 2 ചിക്കൻ ബിരിയാണി കഴിച്ചു. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ ഈ ഒരു സിനിമ പോയി കാണാനായിട്ട് മറക്കണ്ട.